ആണ് മാന്യ വ്യക്തികളായ മണക്കാട് ഗോപൻ വേദിയിലോട്ട് ക്ഷണിക്കണം. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പ്രതിനിധികളായി കലാനിധിക്ക് എന്നും പ്രോത്സാഹനം നൽകുന്ന പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളായ പ്രസ് ക്ലബ് സെക്രട്ടറിയാണ് കലാനിധിയുടെ മുഖ്യ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടിയറിയിക്കൽ ചടങ്ങോടുകൂടി കലാനിധിയുടെ 25ാം വാർഷികത്തിന് തുടക്കം കുറിച്ചു. സപ്തസ്വരങ്ങളുടെ 7 ദീപനാളങ്ങൾ ഈ വേദിയിൽ തെളിയുന്നതോടെ കലാപരിപാടിക്ക് തുടക്കമാകും. ഇതിൻ്റെ ഉപദേശക സമിതി അംഗമാണ് എന്നെല്ലാം പ്രിയപ്പെട്ട ഗീതാ രാജേന്ദ്രൻ പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് ഒന്നിലധികം വർഷങ്ങളായിട്ട് കലാനിധിയുമായിട്ടും ഗീതാ രാജേന്ദ്രൻ അവരുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ്. ഏത് വിഷയം പറയുമ്പോഴും കലാനിധിയുടെ നന്മയ്ക്ക് വേണ്ട എല്ലാ വിഷയങ്ങളും നമുക്ക് ആവുന്ന രീതിയിൽ ചെയ്യുക, അതിലെല്ലാം പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ഇതാണ് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നത്. എന്തെല്ലാം തിരക്കുണ്ടായാലും ശ്രീ ഗീതാ രാജേന്ദ്രൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഓടി നടന്ന് എല്ലാത്തിനുള്ള മേളം അതിമനോഹരമായിരുന്നു, അത്യപൂർവമായിരുന്നു. ആ രംഗത്ത് വേറെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ശ്രുതി ചേർത്തിട്ടുള്ള ചെണ്ടമേളം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുപോലെ വളരെ ഉത്തുംഗ ശീർഷനായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ, പ്രിയ മിത്രം മട്ടന്നൂരിൻ്റെ സാന്നിധ്യത്തിൽ ഈ പരിപാടി കലാകേന്ദ്രത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ്. കലാകാരന്മാരെ മുഴുവൻ ഞാൻ ആദരിക്കുന്നു, ഇവിടെയുള്ള കലാസ്നേഹികളെയും ആദരിക്കുന്നു. ഇത് നിങ്ങൾക്കെല്ലാവർക്കും കലാകേന്ദ്രത്തിലേക്ക് എൻ്റെ ക്ഷണം. അത് ഈ പരിപാടിക്ക് മാത്രമല്ല, ഏത് പരിപാടിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം, ആസ്വദിക്കാം. ഇവിടെ ധാരാളം കച്ചേരികളും പരിപാടികളൊക്കെ ഇനി തുടർച്ചയായിട്ട് നടത്താൻ പോവുകയാണ്. എല്ലാ പരിപാടിക്കും നിങ്ങളെ ക്ഷണിക്കുന്നു. ഗീതയുടെ ഇത്തരം പ്രസ്ഥാനം തുടർന്ന് നടക്കട്ടെ. വലിയ വലിയ കലാകാരന്മാരെ ഇവരുടെ നേതൃത്വത്തിൽ കലാകേന്ദ്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. മട്ടന്നൂർ ശങ്കരൻകുട്ടി സാർ, ആദരണീയനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവർകൾ, ശ്രീ മണക്കാട് ഗോപൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് അയക്കാനും ഞങ്ങളുടെ 3 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി ഇത്തരമൊരു പുരസ്കാരം നൽകാനും കലാനിധി നിയോഗിച്ച ജൂറിക്ക് കഴിഞ്ഞത് ഞങ്ങളുടെ ആ പ്രവർത്തനം ഗുരുപൂജ അർപ്പിക്കുന്ന ചടങ്ങാണ്. കലാനിധി മെമ്പേഴ്സും എല്ലാ ട്രസ്റ്റ് മെമ്പേഴ്സും ഗുരുപൂജയിൽ പങ്കെടുത്ത് അവരുടെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം പെരുങ്ങോട്ടി മാഷിനെ പൊന്നാടണിക്കുന്നത് തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി രാധാകൃഷ്ണൻ. പാശം കൃഷ്ണൻ ഗോലോലേശം ഭാവുകനായതഗിരീശം ത്രിഭുവനാവനാവേശം മായ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ കലാനിധി ആദ്യ അവാർഡ് ഈ വേദിയിൽ നൽകുന്നതിനായി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷിനെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മഹേശ്വരത്തൊപ്പൻ
നമസ്കാരം. പ്രാദേശിക വാർത്താ ന്യൂസ് ചാനൽ. കലാനിധിയുടെ സമർപ്പണം മട്ടൻ കൈതപ്രം ദാമോദരൻ മാഷാണ്. ദാമോദരൻ മാഷിനെ ബാധ്യകുലപതി പുരസ്കാരം നൽകി ആദരിക്കുന്നതിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷ് അത് ഏറ്റുവാങ്ങണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാര ബ്യൂറോ ചീഫ് കോഴിക്കോട് പുരസ്കാര സമർപ്പണം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷ്. പുരസ്കാര സമർപ്പണം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷ്. അദ്ദേഹം മദ്രാസിൽ നിന്നുമാണ് കലാനിധിയുടെ എളിയ ആദരവ് ഏറ്റുവാങ്ങാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഫ്ലാഷ് ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററാണ്. ഓൺലൈൻ മാധ്യമമാണ്. ദിനോബ് കെ വി. നാട്യശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ സജീഷ് എസ് നായർ. കലാനിധി ബാലപ്രതിഭ. ബേബി ധനുശ്രീ അനിൽ. ധനുഷിൻ്റെ സഹോദരിയാണ് ധനുശ്രീ. പ്രശസ്തി പത്ര സമർപ്പണം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷ്. പ്രശസ്തി പത്ര സമർപ്പണം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷ്.
എത്ര അവാർഡ് കൊടുത്താലും ചേച്ചിക്ക് മതിയാവില്ല. അപ്പം ഇങ്ങനെ 26-ാം തീയതി കഴിഞ്ഞ വർഷവും ശിവരാത്രിക്ക് മഹേശ്വരം ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് ഒരു പുരസ്കാരം തന്നായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം SPB സാറിൻ്റെ പേരിലുള്ള, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. കഴിഞ്ഞ 35 വർഷമായിട്ട് സാറിൻ്റെ ഗാനങ്ങളാണ് ആ ഗാനങ്ങൾ കൂടെയാണ് എല്ലാവർക്കും എന്നെ സുപരിചിതമായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള, ഞാൻ ദൈവമായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ Thank you.